ഹായ് ഓൾ വെൽക്കം ടു എൽഎഡ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ CUET PG 2026 നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതെന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതിന്റെ A to Z ഡീറ്റെയിലിംഗ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്വിക്ക് വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ CUET PGയിൽ എന്തിനാണ് ഈ ഒരു എക്സാം എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം എന്തായാലും എഴുതണം. അപ്പൊ നിങ്ങൾക്ക് 4 പേപ്പർ വരെയാണ് ഈ ഒരു എക്സാമിൽ എഴുതാനായിട്ട് പറ്റുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് വെക്കുക exams.nta.nic.in CUET PG എന്ന് പറഞ്ഞ സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ CUET PG എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് സബ്മിഷൻ അവർ വിളിച്ചിട്ടുണ്ട്. 14 ഡിസംബർ മുതൽ 14 ജനുവരി വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. അപ് ടു 11:50 PM ആണ്. ഓക്കെ, ഇനി ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഫീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അടിച്ചു പോവണം. ഇനി എന്തെങ്കിലും കറക്ഷന് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെങ്കിൽ അതിന് നമുക്ക് ടൈം ഉണ്ട്. 18 ജനുവരി മുതൽ 20 ജനുവരി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാം സിറ്റി അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് അവർ എന്ത് ചെയ്യും, NTA സൈറ്റിൽ അവർ അവൈലബിൾ ആക്കും. ഇനി എക്സാമിന്റെ മന്ത് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഡേറ്റ് പറഞ്ഞിട്ടില്ല. മാർച്ച് ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ മാർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ ഇനി ഒരു 80 ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. സോ പഠിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് എന്നെ എക്സാം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ പറയുന്നത് നമ്മുടെ പേപ്പർ കോഡാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഇപ്പം കൊമേഴ്സ് എന്ന് പറയുന്ന ഇതിലാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആൾ എന്തായാലും COQ P08 എന്ന് പറയുന്ന പേപ്പർ കോഡ് വരുന്ന ആ ഒരു ടെസ്റ്റ് അവർ എഴുതിയിരിക്കണം. അതാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിപ്പോ കോമൺ പേപ്പർ ആണ്. ലാംഗ്വേജിൽ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ് ചെയ്യേണ്ടതെങ്കിൽ LAQ P01 ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ സയൻസ് ഉണ്ട് അല്ലെ, സയൻസിൽ ഇപ്പൊ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ SCQ P08 ആണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് കാണാൻ പറ്റും. ഹിസ്റ്ററി എന്നുണ്ടെങ്കിൽ HUQ P09 ആണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പേപ്പർ കോഡുകൾ ഏതൊക്കെയാ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട കാര്യം എക്സാമിനേഷൻ സിറ്റി പറയുന്നുണ്ട് അവര്. അതായത് ഇപ്പൊ കേരളത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് സിറ്റീസ് അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, മൂവാറ്റുപുഴ. അപ്പം നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് എന്തുണ്ട്, സിറ്റീസ് അവൈലബിൾ ആണ്. എല്ലാ ജില്ലകളിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ മെയിൻ സൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ഉണ്ട്. രജിസ്ട്രേഷൻ ഫോർ CUET PG 2026 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് വായിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കാണും. ഈ ഇന്റർഫേസിൽ ഇവിടെ നമുക്ക് എത്രയാണ് ഫീസ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ജനറൽ ആണ് കാറ്റഗറി എങ്കിൽ 1400 രൂപയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു പേപ്പർ ആണെങ്കിലും 2 പേപ്പർ ആണെങ്കിൽ ഈ ഒരു സെയിം ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, 2 പേപ്പറെങ്കിലും മിനിമം എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന പേപ്പറിന് 700 രൂപ വെച്ചിട്ട് അവർ കൊടുക്കേണ്ടതുണ്ട്. ജനറൽ EWS കാറ്റഗറി അതേപോലെ OBC NCL കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. 600 രൂപയായിരിക്കും നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ടെസ്റ്റ് പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫീസ് വരുന്നത്. SC ST പിന്നെ തേർഡ് ജെൻഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1100 രൂപയാണ് വരുന്നത്. അവർക്ക് 600 രൂപ തന്നെയാണ് അഡീഷണൽ ടെസ്റ്റ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. ഓക്കെ, PWD അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുത്താൽ മതി. പിന്നെ ഔട്ട്സൈഡ് ഭാരത് അതായത് ഇന്ത്യയുടെ പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ പറ്റും, പക്ഷെ ഫീസ് കുറച്ച് കൂടുതലാണ്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫ് വേണം. അതേപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം, കളർ ഫോട്ടോയിലായിരിക്കണം. 80% ഫേസ് റിവീൽ ചെയ്തിരിക്കണം.
കൊടുക്കണം. ഇൻക്ലൂഡിങ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്, എഗൈൻസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അവരുടെ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഫോർമാറ്റ് JPG അല്ലെങ്കിൽ JPEG എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കണം. ബിറ്റ്വീൻ 10 KB to 200 KB ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയം ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് മസ്റ്റ് ബി 8 to 13 ക്യാരക്ടർ ലോങ്. അതേപോലെ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ഉണ്ടായിരിക്കണം, അപ്പർ കേസ് ആൽഫബറ്റ്, അതേപോലെ ഒരു ലോവർ കേസ് ആൽഫബറ്റ് ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്ട്രോങ് പാസ്വേഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കെയർഫുള്ളി റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷന്റെ ഒരു ഫോം ഇവിടെ കാണും. ഇവിടെ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇപ്പം 10ാം ക്ലാസ് അതായത് SSLCയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരുള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത്, അതും അതേപോലെ കൊടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആധാറിൽ ഇപ്പം വേറെ എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാന്നല്ലാതെ ആ പേര് എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ കൊടുക്കരുത്. ഓക്കെ, അത് അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക, പിന്നെ ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഒക്കെ കറക്റ്റ് കൊടുക്കുക. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഈ കൺഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ആ ഒരു അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആൻഡ് ഈ ഒരു അഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സിറ്റി ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ഒരാളാണ്, ഇവിടെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ കറക്റ്റ് അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിറ്റീസ്, കേരളത്തിലുള്ള സിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് OTP വരും, അതായത് ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും. അപ്പോൾ അത് കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിന് കൺഫർമേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കൺഫർമേഷൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി പെർമനന്റ് അഡ്രസ് എന്ന് പറയുന്നത് സെയിം ആസ് പ്രസന്റ് അഡ്രസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ മാറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച ഉണ്ടാവും, ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു പോപ്പപ്പ് ഒരു ഫേസിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിത് ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. സോ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കറക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അതായത് ഇവിടെ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ OTP വരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ യെസ് കൊടുക്കുക. അങ്ങനെ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർമനന്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ വരും. ഓക്കെ, അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ അവരെന്ത് ചെയ്യും, മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP പ്രോപ്പറായിട്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് അവർ ഇമെയിൽ അഡ്രസ്സും കൂടെ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അതും കൂടെ നിങ്ങൾക്ക് അന്നപ്പം ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമെയിലും കൂടെ കാര്യങ്ങൾ വരും. ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ ഇമെയിൽ വെരിഫൈ ഇമെയിൽ ID എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അതിലേക്കും ഈ ഒരു വരും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പോവാണ്, ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അതങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം നോക്കിയേ, ഇവിടെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. പിന്നെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. NCC കോട്ടയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്തിട്ട് യെസ് ഓർ നോ കൊടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസിൽ ഉണ്ടായിരുന്നു എക്സ് സർവീസ് പേഴ്സണായിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കാം. കാശ്മീരി മൈഗ്രൻ്റ് ആണോ, അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് ഇവിടെ സ്ലാബ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി BPL ആണോ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ
കൊടുക്കാനായിട്ട് പറ്റും. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് വായിച്ചതിന് ശേഷം റീഡ് ചെയ്തിട്ട് കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങളുടെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റ് അവർ ചോദിക്കും. PW കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നോ അടിച്ചിട്ട് അടുത്ത ഫേസിലേക്ക് പോവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം, അങ്ങനത്തെ ആളുകൾ കേട്ടോ. അല്ലാത്ത ആളുകൾക്ക് നോ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആധാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് ആധാറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടൈം പാസ്വേഡും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ക്യാപ്ച കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്രാവശ്യം മുതൽ ലൈവ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ ആധാർ എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ തന്നെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആധാറിലുള്ള ഫോട്ടോ തന്നെയാണോ ഇതെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഒന്ന് ഓക്കെ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് ബുദ്ധിമുട്ട് വരുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ പഴയതാണ്, പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആധാർ ID കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി പിന്നെ ABC IDക്ക് പകരം ഇവിടെ അപ്പാർ ID ആണ് ചോദിക്കുന്നത്. അപ്പം ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങളുടെ സെമസ്റ്റർ അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ID ഉണ്ടാകും. അതുള്ള ആളുകൾ അത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് നോ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എക്സാം സിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, അല്ലെ ആ ഒരു ഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാം സിറ്റി എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ സ്റ്റേറ്റ് ചൂസ് ചെയ്യണം. അതിനുശേഷം എക്സാം സിറ്റി ചൂസ് ചെയ്യുക. അതേപോലെ അടുത്ത നിങ്ങൾ സ്റ്റേറ്റ് ഏതാണോ അതിനുശേഷം നിങ്ങൾ ഓൾറെഡി കൊടുത്ത ഒരു സിറ്റി വരില്ല. അതിനുശേഷം ബാക്കിയുള്ള ഏതൊക്കെ സിറ്റീസ് അവിടെ അവൈലബിൾ ആണ് അതാണ് കാണാനായിട്ട് പറ്റുക. ഒരാൾക്ക് 4 സിറ്റീസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പോയി വരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഗാർഡിയന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് ഓക്യുപ്പേഷൻ എന്താണെന്നുള്ളത് കൊടുക്കാം. ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ലെങ്കിലാണ് നമ്മൾ ഇല്ലിറ്ററേറ്റ് എന്ന് കൊടുക്കേണ്ടത്. ഇനിയിപ്പം 10th വരെ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ പാസ്സായിട്ടില്ലെങ്കിൽ അതേഴ്സ് കൊടുക്കാം. ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മെട്രിക്കുലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ മദറിന്റെ ഓക്യുപ്പേഷനും ക്വാളിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെസ്റ്റ് പേപ്പർ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇനി ഇവിടെ നമ്മുടെ പേപ്പർ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷും അതേപോലെ തന്നെ ഹിന്ദിയും മാത്രമായിരിക്കും. സോ നമുക്കത് ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആവുന്നത്. കറക്റ്റ് ക്യാപ്ച കാര്യങ്ങൾ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 10th മാർക്ക് അത് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാസ് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പാസ്സായിട്ടുള്ള ഇയർ അതേപോലെ ക്വാളിഫൈ ചെയ്ത എക്സാം ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഇയർ ഓഫ് പാസിംഗ് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് ബോർഡാണെന്നുള്ളത്, അപ്പോൾ കേരള ആയതുകൊണ്ട് കേരള കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ റിസൾട്ട് മോഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. ഇനി അതേപോലെ 10th കൊടുത്തപ്പോൾ തന്നെ 12th നിങ്ങൾ എന്ത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ് സ്റ്റാറ്റസിൽ നിങ്ങൾ അവൈറ്റഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ്. അതായത് നിങ്ങൾ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളോട് റിസൾട്ട് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സായിട്ടില്ല എന്നുള്ളത് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് പറയുന്നത് 2026 ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് കൊടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ട്വിൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കാൻ മറന്നു പോകരുത്.
അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നിങ്ങളുടെ ക്യാപ്ചർ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ലൈവ് ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണം മാത്രമാണ്, നിങ്ങളുടെ സിഗ്നേച്ചറും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫുമാണ്. അപ്പോൾ അതിന്റെ സൈസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഫയലിൽ ഓൾറെഡി നിങ്ങൾ ഉള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടാകും, അതെന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് ഫോമിൽ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്, JPG ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റിവ്യൂ പേജ് വരും. നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത ഫോട്ടോയും കൂടെ അതിൻ്റെ കൂടെ വരും. ഇനി ഐ എഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ സബ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ കൺഫർമേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ പേര്, കാറ്റഗറി, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് അപ്പോൾ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫാദറിൻ്റെ പേര് കാര്യങ്ങൾ, അതേപോലെ തന്നെ മദറിൻ്റെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇങ്ങനത്തെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം വരുന്നത് ഏതിലാണ്, അതായത് ഇംഗ്ലീഷാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക, അപ്പോൾ അത് കൊടുക്കുക. എക്സാമിനേഷൻ സിറ്റീസ്, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസും, പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഡിക്ലെയർ ചെയ്യുക, ഐ എഗ്രി എന്ന് കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഓൺലൈൻ മോഡ് അല്ലാതെ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡിൽ ഒന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഒരു സിംഗിൾ ഫോൺ നമ്പറും അതേപോലെ തന്നെ സിംഗിൾ ഇമെയിലും വെച്ചിട്ട് ഒരു വട്ടം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷന് 100 റുപ്പീസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.